2026 ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് പ്രഖ്യാപനം നടത്തിയപ്പോൾ ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് പദ്ധതിയിൽ സുപ്രധാനമായ ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വ്യവസായ ലോജിസ്റ്റിക് ഇടനാഴികൾക്ക് സമീപമായി രാജ്യത്ത് 5 പുതിയ യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പുകൾ നിർമ്മിക്കുമെന്ന ഒരു സുപ്രധാനമായ ഒരു വിവരമാണ് ഇന്ന് വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അടിമുടി മാറ്റുന്ന പദ്ധതിയിലെ 5 ടൗൺഷിപ്പിൽ ഒന്ന് കേരളത്തിലാകാനുള്ള സാധ്യതയുണ്ട്. ടൗൺഷിപ്പിനായി തിരുവനന്തപുരത്തെ പരിഗണിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമൂഹ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. 2026-27 കേന്ദ്ര ബഡ്ജറ്റിൽ വളരെ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ച ഒന്നായിരുന്നു യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് പദ്ധതി. പൊതുജനങ്ങളുടെയും വിദഗ്ധരുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ചാവും സർക്കാർ അന്തിമ രൂപരേഖ തയ്യാറാക്കുക. സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ മത്സരാധിഷ്ഠിതമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കൂടാതെ തെരഞ്ഞെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സമിതി സന്ദർശനം നടത്തി പഠനങ്ങൾക്ക് ശേഷമാകും അന്തിമമായ ഒരു തീരുമാനമുണ്ടാകാൻ പോകുന്നത്. മത്സരാധിഷ്ഠിതമാണെങ്കിൽ ഒരു സംസ്ഥാനത്തിന് അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകാനാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായി വ്യക്തത വരുത്തേണ്ടതുണ്ട്. തിരുവനന്തപുരത്തെ ടൗൺഷിപ്പിനായി പരിഗണിക്കുമെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കാര്യത്തിൽ വാക്കു നൽകിയെന്നും പുതിയ യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് സംഭവിക്കുന്നതോടെ യുവ മലയാളികളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കേരളത്തിലെ സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, വ്യവസായ സംരംഭങ്ങൾ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ചുള്ള വികസന മാതൃകയാണ് ഈ പദ്ധതിയിലൂടെ പ്രധാനമായി ലക്ഷ്യമിടുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്ററായ ടിറിക്കിനൊപ്പം പുതിയ യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പും യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്ത് ഗവേഷണവും സാങ്കേതിക വിദ്യയും കേന്ദ്രീകരിച്ച് വലിയ വികസന ശൃംഖലയ്ക്ക് തുടക്കം കുറിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതിയിൽ ഉന്നത വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ നഗരവികസനം, നൈപുണ്യ വികസന വകുപ്പുകളുടെ പങ്കാളികളാകും. കൂടാതെ ടൗൺഷിപ്പിനായി സ്ഥലം കണ്ടെത്തുകയും പദ്ധതിയിൽ 40% സംസ്ഥാന സർക്കാർ മുടക്കുകയും വേണം എന്ന ഒരു ഉടമ്പടിയും കൂടെ കേന്ദ്ര സർക്കാർ വച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ മത്സരാധിഷ്ഠിതമായിട്ടായിരിക്കും ടൗൺഷിപ്പിനുള്ള തെരഞ്ഞെടുപ്പെന്ന് ബജറ്റിൽ വിശദമാക്കിയിട്ടുണ്ട്. കൂടാതെ അങ്ങനെയെങ്കിൽ കേരളത്തിന് ലഭിക്കുമെന്ന ഉറപ്പ് പറയാനാകില്ല. എല്ലാ സംസ്ഥാനങ്ങളും മത്സരിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ മാത്രം പ്രഖ്യാപിക്കാനാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ കേരളത്തിലും മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. സ്ഥല ലഭ്യതയും അതോടൊപ്പം തന്നെ പദ്ധതിക്കുള്ള ഫണ്ട് കണ്ടെത്താനുമുള്ള ശേഷിയും ഒക്കെ പരിഗണിച്ചായിരിക്കും സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പദ്ധതി യാഥാർത്ഥ്യമായാൽ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി, AI ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ശമ്പളമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ്. കൂടാതെ അക്കാഡമിക് ടൗൺഷിപ്പിൽ വിവിധ സർവകലാശാലകൾ, കോളേജുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ താമസ സമുച്ചയങ്ങൾ എന്നിവയ്ക്ക് ഒരു വലിയൊരു ഇടം തന്നെ ഒരുങ്ങും. വ്യവസായ ലോജിസ്റ്റിക് മേഖലയുമായി ഈ സ്ഥാപനങ്ങളെ ബന്ധിപ്പിച്ച് സംയോജിത അക്കാഡമിക് ഹബ്ബാണ് ഒരു വികസനം എന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നത്. ഇതോടെ ആശുപത്രികൾ, വാണിജ്യ സമുച്ചയങ്ങൾ, അതിൽ മാളുകൾ ഉൾപ്പെടുന്നുണ്ട്, സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ കേന്ദ്രങ്ങൾ, മറ്റ് അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലേക്കാകും വലിയൊരു നിക്ഷേപം തന്നെ എത്താൻ പോകുന്നത്. വിദ്യാഭ്യാസം, ഗവേഷണം, വ്യവസായ നൈപുണ്യ വികസനം എന്നിവയെ ഒരേ ആവാസ വ്യവസ്ഥയിൽ കൊണ്ടുവരിക എന്ന ഒരു മാതൃക അത് സാമ്പത്തിക വളർച്ചയ്ക്കും സംരംഭത്തിനും കൂടുതൽ ഒരു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായകരമാകുമെന്ന ഒരു വിലയിരുത്തലാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത്. ഗവേഷണ ഗ്രാന്റുകൾ ലഭിക്കാൻ വലിയൊരു പദ്ധതി തന്നെ ഇതിലൂടെ വഴിയൊരുക്കും. ആഗോള കമ്പനികളെ ഇവിടേക്ക് ആകർഷിക്കാനാകുമെന്നും ഒരു പ്രതീക്ഷയുണ്ട്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം, BSSC ടെക്നോ പാർക്ക്, കേരള സർവകലാശാല, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല എന്നിവയെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ടൗൺഷിപ്പ് അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നും അത് തിരുവനന്തപുരത്തിന് വലിയൊരു ഗുണകരമായി മാറുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. CET അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ളവയും ടൗൺഷിപ്പിന്റെ ഒരു പ്രധാന ഭാഗമായി മാറും. തിരുവനന്തപുരത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് ആഗോള കമ്പനികളായി വളരാനും കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിദേശത്തേക്കും പോകുന്നത് അല്ലെങ്കിൽ കുടിയേറി പോകുന്ന ഒരു പ്രവണത കുറയ്ക്കാൻ ഈ പദ്ധതിയിലൂടെ സഹായകരമാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. അതേസമയം കേന്ദ്ര നീക്കത്തിനെതിരെ ഒരു വശത്ത് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആ ഒരു വിമർശനം സ്വാഭാവികമാണ്. സ്വകാര്യ വിദേശ പങ്കാളിത്ത പദ്ധതിക്കായതിനാൽ കോർപ്പറേറ്റ് നിയന്ത്രിത ടൗൺഷിപ്പുകളിൽ പഠന ചെലവ് ഏറുമെന്നും ധനികർക്ക് മാത്രമുള്ള സേവനമായി വിദ്യാഭ്യാസം മാറുമെന്നും ആക്ഷേപമുണ്ട്. പദ്ധതിയുടെ അന്തിമ രൂപരേഖ ലഭിച്ചതിനു ശേഷമാകും കേരളം ഇതിനെതിരെ ഒരു വ്യക്തമായ ഒരു നിലപാട് കേരളം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ പോകുന്നത്.